പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കനക പറയുവാണ്, അന്ന് അബിയുടെ ഭാഗത്തായിരുന്നു തെറ്റ്, അതുകൊണ്ട് അന്ന് അവനെ കുറ്റം പറഞ്ഞു. ആരുടെ ഭാഗത്താണോ തെറ്റ് അവരെ കുറ്റം പറയും. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ ഒരാളുടെ കാര്യത്തിൽ മാത്രം പ്രത്യേകതകളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ കനക പറയുവാട്ടോ. അന്നേരം നന്ദുവും പറയുന്നുണ്ട്, അത് നേരല്ലേ ചേച്ചി, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുപോലെ നയനേച്ചിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് തെളിയിക്കുന്ന തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അത് തെളിയിക്കണം, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കണം, അതാണ് വേണ്ടത് എന്ന് നന്ദു പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം ആദർശേ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഇനിയും കൂടി കൂടി വരികയുള്ളൂ, അതിനും ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല എന്ന് ഗോവിന്ദനും പറഞ്ഞു കഴിയുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ നയനയുടെ മുഖത്തേക്ക് നോക്കുന്നു. നയന ആണല്ലോ ഇനി പറയണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത്. അന്നേരം നയന ഇത്തിരി കട്ടക്കലിപ്പിൽ നിൽപ്പുണ്ട്. അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, നയനെ ആ തിരുവായൊന്ന് തുറന്ന് കാര്യങ്ങളൊന്ന് പറ എന്ന്. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.